മുതലപ്പുഴയിലെ മണൽക്കൂനകളെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴയിൽ റോഡ് ഉപരോധിക്കുകയാണ്. ഈ മണൽ നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം നടക്കുന്നത്. കളക്ടർ നേരിട്ടെത്തണം എന്ന് തന്നെയാണ് ആവശ്യം. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, മത്സ്യത്തൊഴിലാളികൾ ഉറച്ചു നിൽക്കുകയാണ്. മുതലപ്പുഴയിലെ ഈ മണൽക്കൂനകൾ മണൽ മാറ്റണം എന്നുള്ള ആവശ്യവുമായി കളക്ടർ നേരിട്ടെത്തി തങ്ങളുടെ പരാതി കേൾക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം രോഹിണി, രാവിലെ 6 മണി മുതൽ മത്സ്യത്തൊഴിലാളികൾ മുതലപ്പുഴ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരം ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ സമരസമിതി രൂപീകരിച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക് തീരുമാനത്തിലും എത്തിയിട്ടുണ്ട്. 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് സംസ്ഥാന സർക്കാർ മണൽ നീക്കം ചെയ്യാമെന്ന് പറഞ്ഞ ഒരു കാലാവധി അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടാകില്ല ഇനി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറ്റ് ഇടപെടലുകൾ ഉണ്ടാകുന്ന എന്ന് കണ്ടതോടെയാണ് മത്സ്യത്തൊഴിലാളികൾ ഈ സമരം ശക്തമാക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള പ്രശ്നമാണ്. സമയബന്ധിതമായി മണൽ നീക്കം ചെയ്ത് സ്വാഭാവിക ആഴം നിലനിർത്തിക്കൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ജീവനെയും അതോടൊപ്പം തന്നെ ജീവിത മാർഗത്തെയും സംരക്ഷിക്കുക എന്നുള്ളത് കാലാകാലങ്ങളായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിഴിഞ്ഞം സമരം നടക്കുന്ന സമയത്തും മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെച്ച 7 ആവശ്യങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് മുതലപ്പുഴയിലെ അശാസ്ത്രീയമായിട്ടുള്ള മുതലപ്പുഴ നിർമ്മാണം, മുതലപ്പുഴ പുലിമുട്ട് പുനർനിർമ്മിക്കുക, അതോടൊപ്പം തന്നെ ഈ മണൽ നീക്കം ചെയ്തുകൊണ്ട് ആഴം നിലനിർത്തുക തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് ഒരു ഘട്ടത്തിൽ പോലും സംസ്ഥാന സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ 3 മാസമായിട്ട് മണൽ നീക്കം ചെയ്യാത്തത് കൊണ്ട് ഈ മുതലപ്പുഴയുടെ സ്വാഭാവിക ആഴം കുറഞ്ഞ് അവിടെ ഒരു മണൽ ഉണ്ട്. അതപ്പോൾ കടലൊരു നീർച്ചാല് മാത്രമായി മാറി. ഈ നീർച്ചാലിൽ കൂടെയാണ് ഇപ്പോൾ മത്സ്യബന്ധനത്തിനായുള്ള വള്ളങ്ങളും മറ്റു കടലിലേക്ക് പോകുന്നത്. പക്ഷെ അത് വലിയ രീതിയിൽ തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയായി മാറി. ഇന്നലെ ഏതാണ്ട് 50 പേരോളം അടങ്ങുന്ന ഒരു വള്ളം ഈ മണൽക്കൂനയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായി. അപ്പോൾ വലിയൊരു അപകട സാധ്യത മുന്നിൽ നിൽക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നിസ്സംഗതമായിട്ടുള്ള ഇടപെടലുകൾക്കെതിരെയാണ് മത്സ്യത്തൊഴിലാളി സംഘടന ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 2 ഹാർബറിലെ താഴമ്പള്ളി, പെരുമാതുറ ഹാർബറുകളിലെയും മത്സ്യത്തൊഴിലാളികൾ വർക്കല, താഴമ്പള്ളി, അഞ്ചുതെങ്ങ്, പെരുമാതുറ, പുതുക്കുറിശി മേഖലകളിലെ മത്സ്യത്തൊഴിലാളികൾ സംയുക്തമായി ചേർന്നുകൊണ്ടാണ് സമരം നടത്തുന്നത്. രോഹിണി, മുതലപ്പുഴയിലെ മണൽ നീക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള അവിടുത്തെ മുതലപ്പുഴയിലെ ആളുകൾ റോഡ് ഉപരോധിക്കുകയാണ്. കളക്ടർ തന്നെ നേരിട്ടെത്തി ഇക്കാര്യത്തിൽ ശാശ്വത ഉറപ്പ് നൽകണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഒരുങ്ങി നൽകുകയായിരുന്നു ടിൻഡു ദാസ്.